പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിലെ ആക്സിലറേഷൻ അതുപോലെ എന്താണെന്ന് പഠിച്ചു അല്ലേ? അതുപോലെ ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം. സപ്പോസ് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും സമയവും തന്നിട്ടുണ്ടെങ്കിൽ, ടൈം തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് രണ്ട് കാര്യം മെയിനായിട്ട് പഠിച്ചേ. എന്താണ് ആക്സിലറേഷന് ഫോർമുല? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറച്ച് ടൈം കൊണ്ട് ഹരിക്കുക. അതെങ്ങനെ എന്തായിരിക്കും? അപ്പോൾ വി മൈനസ് യു ബൈ ടി. അതാണ് മുകളിൽ ഫസ്റ്റിൽ എഴുതിയേക്കുന്നത്. ഇനി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് നമുക്കറിയാം. നിലവിലുള്ള വെലോസിറ്റിയിൽ നിന്ന് ഒരു സെക്കൻഡിൽ എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഏത് സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര വെലോസിറ്റി കണ്ടുപിടിക്കാം. ആകെ എത്ര ചേഞ്ച് ഉണ്ടായി നോക്കുക, അത് ആദ്യത്തെ വെലോസിറ്റി കൂട്ടിയാൽ പോരെ. അപ്പോൾ എന്ത് വേണം? വി സമം യു, നിലവിലുണ്ടാകുന്ന വെലോസിറ്റി, അത് പ്രാരംഭത്തിലുണ്ടാകുന്ന വെലോസിറ്റി. എ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നു, ടി ന ടി. അപ്പോൾ ടി ടൈം വരുമ്പോൾ എ ഇൻറ്റു ടി വരില്ലേ? അപ്പോൾ വി സമം യു പ്ലസ് എ ടി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ്? ഈ ഫോർമുലകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു സൂത്രവാക്യം കണ്ടുപിടിച്ചിരുന്നു. എന്താണ്? ആവറേജ് വെലോസിറ്റി അറിയാമെങ്കിൽ, ആവറേജ് വെലോസിറ്റി വെച്ചാൽ ഒരു സെക്കൻഡിൽ ആവറേജ് എത്ര പോണ്ടെന്ന്, പിന്നെ സമയം കിട്ടി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് പിടിച്ചാൽ പോരെ. അത് പഠിച്ചില്ല നമ്മൾ. എന്താണ് അപ്പൊ ഫോർമുല എന്തായിരുന്നു? എസ് സമം, നമ്മൾ പഠിച്ചെന്താണ്? എസ് സമം ആവറേജ് വെലോസിറ്റി അല്ലേ? അതെങ്ങനെയാ? വി പ്ലസ് യു ബൈ ഇൻറ്റു ടി അല്ലേ? അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി, ഇങ്ങനെയല്ലേ പഠിച്ചേ? അപ്പൊ അത് മതി. അപ്പൊ അതന്നെ നല്ലത്. എന്താണ്? ഈ ഫോർമുല മതി നമുക്ക്. ഇതാണല്ലോ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഈ ഫോർമുല നമുക്കറിയാം. എസ് സമം വി ബൈ പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി. അപ്പോ നമുക്ക് എസ് കിട്ടും അല്ലേ? ഇത് നമ്മൾ അറിയാലോ. അപ്പോ എസ് എന്നുള്ളത് നമുക്ക് യു പ്ലസ് യുവിൻ്റെ കൂടെ കൂട്ടുക, എന്ത് കൂട്ടണം? എസ് കിട്ടാനായിട്ട് യു പ്ലസ് വി അല്ലേ? വി എന്ന് പറഞ്ഞാൽ എന്താണ്? യു പ്ലസ് എ ടി അല്ലേ? അപ്പൊ അതിന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ എന്ത് എഴുതാം? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ വി യു അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി യു, വി എന്ന് പറഞ്ഞാൽ യുവിനോട് എ ടി കൂട്ടി കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ എഴുതിക്കൂട്ടെ? ഈ യു പ്ലസ് എ ടി എന്ന് വെച്ചാൽ വി അല്ലേ? ഇത് കൂട്ടുക അല്ലേ? എന്നിട്ട് രണ്ടുകൊണ്ട് ഹരിക്കുക. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനീഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി ബൈ 2, ആവറേജ് വെലോസിറ്റി അല്ലേ? ഇത് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി കൂട്ടി രണ്ടുകൊണ്ട് ഹരിച്ചാൽ ഇത് ഇനീഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി അല്ലേ? ഇത് ഇനീഷ്യൽ അല്ലേ? ഇത് ഫൈനൽ അല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി കൂട്ടി ബൈ 2 അതല്ലേ എഴുതിക്കണത്? അപ്പൊ ഇൻറ്റു ടൈം. അപ്പൊ എന്താ കിട്ടുക? എസ് കിട്ടില്ലേ? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി രണ്ടും കൂട്ടി പകുതി എടുക്കുക, രണ്ടും കിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ? യു പ്ലസ് 18 പറഞ്ഞാൽ എന്താ അറിയാം? യു പ്ലസ് യു 2 യു അല്ലേ? യു പ്ലസ് യു
2u പ്ലസ് 80 അല്ലേ ബൈ 2 ഇൻറ്റു ടി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെന്ന് 3/2 പ്ലസ് 4/2 എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 3 പ്ലസ് 4/2 അല്ലേ. 3 പ്ലസ് 2 4/2 കൂട്ടുമ്പോ 3 4 കൂട്ടി അടിയിൽ ഒരു പ്രാവശ്യം എഴുതല്ലോ പോരെ, തുല്യായി കാരണം. അപ്പൊ ഇതിനെ അതുപോലെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ എഴുതിക്കൂടെ, അതുപോലെ ഇതിനെങ്ങനെ ഇങ്ങനെ എഴുതിയ ഇങ്ങനെയുള്ളതിന് ഇങ്ങനെ എഴുതിക്കൂടെ, ഇത് 2u/2 എന്ന് എഴുതിക്കൂടെ, പ്ലസ് at/2 ഇൻറ്റു ടി. ഇത് വെട്ടിപ്പോയില്ലേ അപ്പോ ഫോർമുല എന്താവും, u പ്ലസ് at/2 അല്ലേ ഇൻറ്റു ടി പുറത്ത്. ഇപ്പോ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഇൻറ്റു അരാന്നും എഴുതാൻ വേണമെങ്കിൽ എന്താ കാരണം, 5/2 5/2 എഴുതിയില്ലേ എന്ന് വെച്ചാൽ ഓർ അര ഇൻറ്റു 5 എഴുതാം. ഇനി എഴുതി കൂടെ, ഇത് 5/2 വെച്ചാൽ 5 അല്ലേ, അര 5 തൊട്ട് എടുത്തല്ലേ 5/2 വെച്ചാൽ അര 5 തൊട്ട് എടുക്കുക. ഇതെന്ത് തന്നെയാ അര ഇൻറ്റു 5 വെച്ചാൽ അര 5 തൊട്ട് എടുക്കുക അല്ലേ. അപ്പൊ ഇതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, u പ്ലസ് അര 18 എഴുതിക്കൂടെ ഇൻറ്റു ടി അല്ലേ എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ ടി പുറത്തുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താ, ടി കൊണ്ട് ഇതിനെയും ഗുണിക്കണം അല്ല. അപ്പൊ ഗുണിക്കാം u പ്ലസ് ut എന്ന് എഴുതാം, പ്ലസ് അര എ ഇൻറ്റു ടി ടി സ്ക്വയർ ആയില്ലേ. അപ്പൊ എന്താണ് എസ് സമം എന്തെന്ന് കിട്ടി, ut പ്ലസ് u പ്ലസ് ut പ്ലസ് at സ്ക്വയർ. അപ്പൊ എസ് കണ്ടുപിടിക്കാം, രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. യുവും വിയും കൂട്ടി 2 കൊണ്ട് ഹരിച്ച് അതിന് ടി കൊണ്ട് ഗുണിക്കുക. അതല്ലെങ്കിൽ ut ഇനീഷ്യൽ വെലോസിറ്റിയെ ടി കൊണ്ട് ഗുണിക്കുക, ടൈം കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഹാഫ് at സ്ക്വയർ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ അപ്പൊ എസ് എങ്ങനെ, എസ് സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ നൽകിയിട്ടുണ്ടോ. ഈ സിമ്പിളി ഇത് സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണത്. എസ് സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ, എസ് സമം ut പ്ലസ് ഹാഫ്. ഇവിടെ വെച്ച് പഠിക്കണം, ഇനി വീട്ടിൽ കൊണ്ട് വെക്കാൻ പോലെ. എസ് സമം ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്നോ u പ്ലസ് v ബൈ ടി ഇൻറ്റു ടി എന്നോ പഠിച്ചു വെക്കുക. ഓക്കെ, വലിയൊരു ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചു ഇല്ലേ, നിങ്ങളുടെ സ്വന്തമാണ്, ഇനി മറക്കല് ഇല്ല ആണല്ലോ. ഓക്കെ, ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത്. ഇനി നമ്മള് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ നേരത്തെ എടുത്ത ഉദാഹരണത്തിൽ u 0 ആയിരുന്നു, അപ്പൊ ut എന്നുള്ളത് 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഈ ഭാഗം 0 ആയിരിക്കും, ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, ഹാഫ് at സ്ക്വയർ. എന്താണ് ഹാഫ് at സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ സിമ്പിൾ ഫോർമുല എന്തായിരിക്കും, ഓക്കെ ഹാഫ് at സ്ക്വയർ. മനസ്സിലായല്ലോ, അതെന്റെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അതും കൂടി പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഇത് വെച്ചിട്ടുള്ള കളികളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കണക്കുകൾ. എങ്ങനെ ഇവിടെ നിൽക്കും, മോളിൽ നിന്നൊരു സാധനം നിലത്തിടുമ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര വെലോസിറ്റി ആവും, ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര വെലോസിറ്റി, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് ബേസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് നിങ്ങളുടെ കയ്യിലായി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പ്രപ്പോർഷൻ നന്നായി പഠിക്കുക. ഞാൻ പ്രപ്പോർഷൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഏതിലിട്ടുണ്ട്, എൻ്റെ ഈ ചാനലിൽ ഇട്ടുണ്ട്. അതെല്ലാം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ പിന്തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, സംശയം എന്നുള്ളത് വരില്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രപ്പോർഷൻ്റെ 3-4-5 ക്ലാസ്സുകൾ ഇട്ടുണ്ട്, അത് നന്നായി കാണുക. എന്തുകൊണ്ട് നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.